മനാഫ്, എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ട്? കാരണം 55 കിലോമീറ്റർ ദൂരെയാണ് ഈ അപകടം നടന്നത് സ്ഥലത്ത് നിന്നും മൃതദേഹം ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ വിശദമായ പരിശോധനകളൊക്കെ വേണ്ടി വരുമല്ലോ ഇനി. അതെ അതെ അതെ. ഇപ്പൊ ഈ വിവരം മത്സ്യത്തൊഴിലാളികൾ നൽകിയിട്ട് ഇപ്പൊ 1 മണിക്കൂറായിട്ടുള്ളൂ. 1 മണിക്കൂർ 1.25 മണിക്കൂറായിട്ടുള്ളൂ. ഇന്നാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പം ആണിന്റെ മൃതദേഹമാണെന്ന് മാത്രമേ അറിയുള്ളൂ. അത് ആരതാ എന്താന്നൊക്കെ ഉള്ളത് ഇനി പോലീസല്ലേ തീരുമാനിക്കട്ടെ. ഇത്രയും ദിവസം കഴിഞ്ഞു. അപ്പോൾ അവസ്ഥ ആ ബോഡിയുടെ അറിയാൻ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഞങ്ങളെല്ലാരും പ്രതീക്ഷിച്ചത് എന്തായാലും വണ്ടിക്ക് ഉള്ളിലായിരിക്കും അർജുൻ എന്നുള്ളതാണ് കാഴ്ചപ്പാട് നമ്മളത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ബോഡി കിട്ടിയത് ഇപ്പൊ എന്തായാലും അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് പോലീസില് നമ്മളെ ഭാഗത്തുനിന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഈ മത്സ്യത്തൊഴിലാളി ഇന്നെ വിളിച്ച ആളോട് ഞാൻ പറഞ്ഞത് മൃതദേഹം തൊടാനോ അങ്ങനെ ഇതാക്കാനോ നിൽക്കണ്ട, അതേമാതിരി നിങ്ങളത് അവിടെ വാച്ച് ചെയ്ത് നിൽക്കി പോലീസിനെ വിവരം നിങ്ങളും അറിയിക്കുന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകുന്നുണ്ടോ? ഞാനിപ്പോ പോകും. ഈശ്വർ മൽപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും ബോട്ട് എടുത്തിട്ട് വെള്ളത്തിൽ കൂടിയാണ് ഈശ്വർ മൽപ്പ അങ്ങോട്ട് പോയത് ഈ സ്ഥലത്തേക്ക്. അതായത് നമ്മൾ ഇതുവരെ ഉദ്ദേശിച്ചിരുന്ന വാഹനത്തിനുള്ളിലായിരിക്കുമെന്നായിരിക്കും. പക്ഷേ ഇത്രയും ദിവസങ്ങളിലെ അടിയിലെ കുത്തൊഴുക്ക് ആ വാഹനത്തിന്റെ എന്തായിരിക്കാം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു കാഴ്ചപ്പാട് എന്തായാലും വണ്ടിക്കുള്ളിലാവും എന്നുള്ളതാണ് കാഴ്ചപ്പാടുള്ളത്. പക്ഷെ ഈ ഒലിച്ചു പോവാൻ സാധ്യത ഇല്ലാലോ. എന്തായാലും അതിന്റെയൊക്കെ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു നാളത്തേക്ക് വിവരം കൃത്യമായി കിട്ടുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളി താങ്കളെ ബന്ധപ്പെട്ട ആൾ എന്താണ് എന്തെങ്കിലും സൂചനകൾ പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു? ശരീരത്തിൽ ടാറ്റു ഉണ്ടോന്ന് ചോദിച്ചു. അർജുന്റെ ശരീരത്തിൽ ടാറ്റു ഇല്ല. ഹലോ, പറഞ്ഞോളൂ. അർജുന്റെ ശരീരത്തിൽ ടാറ്റു ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിക്കണ്. പിന്നെ ഞാൻ ചോദിച്ചു ആ മൃതദേഹത്തിന് ടാറ്റു ഉണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. ചോദിച്ചതാണ് ഈ ടാറ്റു ഉണ്ടോന്ന് ചോദിച്ചെന്നുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഇത്രയും ദിവസം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അടയാളങ്ങൾ ലഭിക്കുക വളരെ വിരളമാണല്ലേ? അതെ അതെ. ഒന്നും ഞമ്മക്ക് മത്സ്യത്തൊഴിലാളിക്കും ഒക്കെ ഒരു ചെറിയ അറിവല്ലേ ഉണ്ടാവുള്ളൂ ഇതിനെ പറ്റിയിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ മത്സ്യത്തൊഴിലാളി പറഞ്ഞ ഏതൊരു അവസ്ഥയിലാണെന്ന് നമുക്ക് പരിമിതികൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇത്രയും ദിവസം ആയതുകൊണ്ട് ജീർണിച്ചിക്കണേ, നല്ല ജീർണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആളെ അത്ര പരിചയമില്ലല്ലോ ആർക്കും. അല്ല, ഇപ്പൊ മനാഫ് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാവുന്ന ആളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാമായിരിക്കും. ആരും അങ്ങനെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെന്നാ പറഞ്ഞല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു നീ ചെവിട് കുത്തിക്കണേ അർജുനെ, അപ്പൊ അത് നോക്കാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ നിൽക്കട്ടെ, പോലീസ് വന്നോട്ടെ. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. തിരിച്ചോ? അതാ ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ട്, പോവാ, അങ്ങോട്ടേക്ക് പോവാ. മറ്റേ MP ആരെങ്കിലും വിളിച്ചോ? മറ്റാരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞമ്മളതാണെന്ന് ഉറപ്പില്ലാലോ. കാരണം മാൽപ്പേ പറഞ്ഞനുസരിച്ച് വേറൊരു ആളെ മിസ്സിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു അറിവില്ല നമുക്ക്. അങ്ങനെ ആരെയും മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഓർക്കാണ് കൂടുതൽ ഈ മാൽപ്പയും മത്സ്യത്തൊഴിലാളിയാണല്ലോ, ഓർക്കാണ് കൂടുതൽ ആ നാട്ടിലുള്ള ആളുകളായിട്ട് ബന്ധം. ഈ കർണാടക ഹൈക്കോടതിന്റെ ഉത്തരവ് ഇന്ന് നമുക്ക് അതിന്റെ ഓർഡർ കോപ്പി കിട്ടിക്കുന്നു. എന്തിന്റെ? തെരച്ചിൽ തുടരണം പറഞ്ഞിട്ട് കർണാടക ഹൈക്കോടതിന്റെ ഓർഡർ കിട്ടി. അതെ, നമ്മളൊരു മലയാളി അഡ്വക്കേറ്റ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ്, അദ്ദേഹം അത് എന്താ പറയാ മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. ഈ കടലിൽ ഒഴുകി നടക്കുന്നു ബോഡി, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതാണല്ലേ ആളുകളുടെ? അതെ അതെ. കാലിലൊരു വല കുടുങ്ങി കിടക്കുന്നുണ്ട്. കാൽ കുടുങ്ങി അങ്ങനെ അവിടെ വലയുണ്ടെന്ന്. അപ്പൊ തീർച്ചയായും താങ്കള് ഉടൻ നമ്മളതാണോ അല്ലേ എന്നുള്ളതൊക്കെ അതോറിറ്റിയാ തീരുമാനിക്കും. അതെ, തീർച്ചയായും DNA പരിശോധന അടക്കം വേണ്ടി വരും. ബന്ധുക്കളൊക്കെ ചെന്നേ
ആ ഹാ ഹാ അതെ അതെ. ശരി ശരി ശരി, വളരെ നന്ദി ഓക്കെ. ശ്രീ മനാഫ് ഉള്ള വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത്. ഇപ്പോൾ